ജയശങ്കർ, ഇപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഇവിടെ എത്തിച്ചതിന് ശേഷമുള്ള തുടർ നടപടി അതെങ്ങനെയാകും? എന്നതാണ് നിലവിലെ ആലോചന. അതിനായാണ് അങ്ങോട്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. 1 മണി സമയമാണ്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമുള്ള ഭക്ഷണം അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഭക്ഷണം പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തേക്ക് ഇഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിലെ ആലോചന. എന്തായാലും 14 ദിവസം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ട്. ഈ ഘട്ടത്തിൽ വിശദമായൊരു ചോദ്യം ചെയ്യൽ വേണം. ഒപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കോടതിയിൽ ഈ അന്വേഷണ സംഘം അറിയിച്ചത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി ചോദ്യം ചെയ്യണം. ഒപ്പം തന്നെ തെളിവെടുപ്പ് വേണമുള്ള കാര്യങ്ങൾ കോടതിയിൽ അന്വേഷണ സംഘം അറിയിച്ചു. 2 കിലോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞത്. അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് സംസ്ഥാനത്ത് പുറത്തേക്ക് ഈ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന വേണം. ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധിയും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ സാഹചര്യത്തിലാണ് 14 ദിവസത്തേക്ക് നേരിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ SIT കസ്റ്റഡിയിലേക്ക് കോടതി വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതിഭാഗം ഈ കസ്റ്റഡി അപേക്ഷ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി കോടതിയിൽ. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. SITയുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്ന നിലപാടിലേക്ക് കോടതി നേരിട്ട് കടക്കുകയായിരുന്നു. കാരണം ഈ കേസിന്റെ ഒരു സ്വഭാവം ഹൈക്കോടതി നേരിട്ട് നിരീക്ഷണത്തിലുള്ളതൊക്കെ കോടതി പരിഗണിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ പ്രതിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് കോടതി രേഖകൾ ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കാം. മേൽക്കോടതിയെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം ആലോചിക്കുന്നുണ്ട്. ഈ അഭിഭാഷകൻ ഉൾപ്പെടെ ആ വിഷയത്തിലാണ് പ്രതികരണം നടത്തിയത്. എന്തായാലും അത് ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഔദ്യോഗികമായി പ്രതിഭാഗത്തിന് ലഭിച്ച ശേഷമായിരിക്കും ഈ കാര്യത്തിൽ മേൽ നടപടികളിലേക്ക് പ്രതിഭാഗം കിടക്കും. എന്തായാലും 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി SIT കസ്റ്റഡിയിൽ തുടരും എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ അറിയിക്കാനുള്ള കാര്യം. എന്തായാലും വിശദമായി SIT വിഷയത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കും. ഈ SIT അന്വേഷണം ഏറ്റെടുത്ത 5-ാം നാളാണ് ഇത്തരത്തിൽ നിർണായകമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. 2 കേസുകളിലും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പ്രത്യേക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശേഷമാണ് പുലർച്ചെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ റാന്നിയിലേക്ക് കൊണ്ടുവന്നത്. കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സുജിത് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സുജിത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം AR ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റ് പ്രതികളിലേക്കുള്ള അന്വേഷണം, അതാണ് ഇതിലേറെ നിർണായകമായിരിക്കുന്നത്. നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണമൊക്കെ എങ്ങനെയാകും? പ്രവിത, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി AR ക്യാമ്പിലേക്ക് പോലീസ് SIT സംഘം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു വാഹന വ്യൂഹം തന്നെയായിരുന്നു പിന്നാലെ ഉണ്ടായിരുന്നത്. 3 പോലീസ് വാഹനങ്ങളായിരുന്നു, 3 പൈലറ്റ് വാഹനങ്ങളും ഒപ്പം മറ്റൊരു വാഹനത്തിലുമാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ്. വിവിധ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഈ കട്ടിളയിലെ 409 ഗ്രാം, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ 577 ഗ്രാം സ്വർണം വേർതിരിച്ചെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് കട്ടിള സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരുന്നു. ഈ സ്വർണം എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മനസ്സിലാകേണ്ടത്. ഒപ്പം തന്നെ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയി 14 ഭാഗങ്ങളുള്ള സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലൊക്കെ തന്നെ എത്തിച്ചിരുന്നു. ഇത് 39 ദിവസത്തോളം കഴിഞ്ഞാണ് സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. അത്രയും നാൾ ഈ സ്വർണം എവിടെ വെച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കൂടാതെ പഴയ പാളിയുടെ പകർപ്പിൽ അച്ച് തയ്യാറാക്കി ചെമ്പ് പാളി ഉണ്ടാക്കി സ്വർണം പൂശിയെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. അപ്പോൾ പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിറ്റത് ആർക്കെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത, AR ക്യാമ്പിൽ തന്നെ തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു സുജിത്ത്. അതോടൊപ്പം തന്നെ ഇനി ആർക്കൊക്കെ ഈ സ്വർണം വിറ്റു, ഇത് എപ്പോൾ വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ?
നിലവിൽ നൽകിയിട്ടുള്ള ഇയാളുടെ മൊഴികൾ പലതും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പലതും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് SIT സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ 4-5 കാര്യങ്ങളോളം പ്രധാനമായും അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഊന്നിയുള്ള ചോദ്യം ചെയ്യലാകും ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം എത്തിയ 4 വാഹനങ്ങളും ഉള്ളിൽ കടന്നിരിക്കുന്നു. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലേക്ക്, എയർ ക്യാമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പിനുള്ളിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതാണ്. പ്രവിത. ശ്രീ സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ക്യാമ്പിലേക്ക്, പത്തനംതിട്ടയിലെ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെയാകും തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. സുജിത് സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.